ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബീരാനിക്ക പറയാണ്, ശരി നിങ്ങൾക്ക് ചിതാഭസ്മോ ഫോട്ടോ ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കണം, ബീരാനിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയാണെങ്കിൽ പൗഡറേട്ടത്തിയുടെ അടുത്ത അടവും ഫലിച്ചു, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാലോ. അങ്ങനെ ശ്രുതി നേരെ റൂമിലേക്ക് ചെല്ലുക. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബീരാനിക്കയാണെങ്കിൽ വേണ്ട വിധത്തിൽ കൈകാര്യങ്ങൾ ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെയല്ല, എന്നെ രക്ഷിച്ചു ഈ ഒരു അപകടത്തിൽ നിന്ന് എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ മതിമറന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ റൂമിൻ്റെ അരികിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നേരെ ആ റൂമിലേക്ക് കയറി, എന്താ പൗഡറേട്ടത്തി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി അടുത്ത പ്ലാൻ എന്താണ്? പ്ലാനോ? എന്ത് പ്ലാൻ? അല്ല, അടുത്ത പ്ലാൻ എന്താണെന്ന്. അല്ല, ഈ ഫോട്ടോയും ചിതാഭസ്മവും ഒക്കെ എത്തിക്കാമെന്ന് ഇളയച്ചൻ പറഞ്ഞല്ലോ. ഇറച്ചി വിട്ടുകാരനോ? എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? എൻ്റെ ഇളയച്ചനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾ ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഏത് സമയവും ഈ ഇറച്ചിയുടെയും വെട്ടുന്നതിൻ്റെയും കാര്യമൊക്കെയല്ലേ പറയാറുള്ളത്. ഇപ്പോൾ ദേ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഏതോ ഒരു ഇറച്ചിക്കടയിൽ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ദേ ഇളയച്ചനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ അനാവശ്യമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്ലാൻ എന്താണ് പൗഡറേട്ടത്തി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. നിങ്ങളൊന്ന് പോകാൻ നോക്കിക്കണ്ടേ. ഞാനാകെ മനസ്സ് തളർന്ന് തരിപ്പണമായ ഒരവസ്ഥ നിൽക്കുകയാണ്. അയ്യോടാ, ആണോ? അപ്പോൾ രേവതിയാണെങ്കിൽ, അയ്യോ ശ്രുതി, അങ്ങനെ മനസ്സൊന്നും തകർക്കല്ലേ, അടുത്ത പ്ലാൻ മുൻകൂട്ടി ചെയ്യാനുള്ളതല്ലേ. ഇനി എന്നാലല്ലേ നാടകം കളി ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ. നാടകം കളിയോ? ഞാനൊരു നാടകവും കളിച്ചിട്ടില്ല. നിങ്ങൾ ചുമ്മാ അതും പറയാതെ നിങ്ങളുടെ പണി നോക്കി പോകാൻ നോക്ക് എന്നൊക്കെ ഇവർ രണ്ടുപേരും ഇങ്ങനെ തർക്കിക്കുക. ആ സമയത്ത് ദേ ചന്ദ്ര കയറി വരികയാണ്. ചന്ദ്ര, മോളെ ശ്രുതി, എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ചാടി എണീറ്റ്, ആൻറ്റി ഇത് കണ്ടോ ആൻറ്റി, എനിക്കൊരു മനസ്സമാധാനം തരുന്നില്ല. ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ദേ ഇവർ വന്നിട്ട് ദേ ഇളയച്ചൻ ഇറച്ചി വെട്ടുകാരൻ എന്നൊക്കെ പറയുകയാണ്. ഇറച്ചി വെട്ടുകാരൻ ദേ ഇവളുടെ അച്ഛനാ എന്ന് രേവതിയെ പറഞ്ഞപ്പോഴേക്കും, ദേ അമ്മേ, ഞാനാണ് പൗഡറേട്ടത്തിയോടത് ഇപ്പോൾ ചോദിച്ചത്, അല്ലാതെ അമ്മ അവളുടെ മെക്കിട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സച്ചി പറയണം. നീയൊക്കെ എന്തിനാടാ ശ്രുതിയെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? അവൾ മനസ്സമാധാനത്തോടെ ഇരിക്കുമല്ലോ ഇവിടെ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കാം. അടഞ്ഞപ്പോഴേക്കും, അയ്യോ ഞങ്ങൾ അതിനൊന്നും പറയാനായിട്ട് വന്നില്ലേ. അല്ല, ഈ ഫോട്ടോയും ചിതാഭസ്മവും ഒക്കെ കൊണ്ടുവരുമല്ലോ, അപ്പം അതിനെക്കുറിച്ച് ചുമ്മാ ചോദിച്ചുകൊണ്ട് ഇവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകണമല്ലോ, പോയാലല്ലേ ഫോട്ടോയുടെ ഇതൊക്കെ നിശ്ചയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ശ്രുതി അടുത്ത അടവ് അവിടെ ഇറക്കണം. ആൻറ്റി, ഞാനേ പാർലറിലേക്ക് പോവാണ് ആൻറ്റി. എന്ത്? പാർലറിലേക്ക് പോകാനോ? സഞ്ചയനം കഴിയാതെ പോകാൻ പാടില്ല മോളെ. അതേ പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരൊക്കെ എന്ത് പറയും? ദോഷങ്ങൾ സംഭവിക്കും ആൻറ്റി. അത് പിന്നെ പോയല്ലേ മതിയാവുള്ളൂ. എനിക്കിവിടെ ഇരുന്ന് തലക്ക് ഭ്രാന്ത് പിടിക്കും. അത് മാത്രമല്ല, ബ്യൂട്ടി പാർലറിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ. അവിടെ നോക്കിയില്ലെങ്കിൽ ശരിയാവോ? എത്ര നാളാ സ്റ്റാഫുകളെ കൊണ്ടുകൊണ്ട് നടക്കുന്നത്? എനിക്ക് എൻ്റെ കാര്യം കൂടി നോക്കണ്ടേ ആൻറ്റി എന്നൊക്കെ പറയാം. ഞാനിപ്പോഴേക്ക് എന്ത് പറഞ്ഞാലും ശരി, സഞ്ചയനം കഴിയാതെ മോള് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. അപ്പം സച്ചിൻ രേവതിയോ, അയ്യോ പൗഡറേട്ടത്തേക്ക് പുറത്തിറങ്ങിയാലല്ലേ കാര്യങ്ങളെല്ലാം സാധ്യം. അവളത് കണ്ടോ ആൻറ്റി? ഇതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കാത്തത്. ഞാനിവിടെ ഇരിക്കില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്രേണ്ണക്ക് സമാധാനമായല്ലോ. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? ആ കുട്ടിയൊന്ന് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് സമ്മതിക്കില്ലല്ലേ? അയ്യോ, ഞങ്ങളൊരു സമാധാനക്കേട് ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളുടെയൊക്കെ പാട് നോക്കി പോകാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൂടി പറഞ്ഞയക്കുകയാണ്. അപ്പം സച്ചിക്കും രേവതിക്കൊക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഈ ശ്രുതി നേരെ ഈ മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മീരയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും എന്തായാലും ഇത് വല്ലാത്തൊരു ഗതികേട് തന്നെ ആയിപ്പോയിട്ടോ. ആ ബീരാനിക്കനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അങ്ങനെ ബീരാനിക്ക വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, സാർ എന്താടി നീ എന്തിനാണ് വീണ്ടും എന്നെ സാറെന്ന് വിളിക്കുന്നത്? ഇനി നിൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാനായിട്ട് പോകുന്നില്ല. നീ എവിടെയെന്ന് വെച്ചാൽ ഫോട്ടോയോ ചിതാഭസ്മോ എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് നോക്ക്. സാർ ഇന്നും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്യണം സാർ, അല്ലെങ്കിൽ ഞാൻ ആകെ അവതാളത്തിലായി പോകും. ഞാനെവിടെ നിന്ന് ഒപ്പിക്കാനാ നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും ചിതാഭസ്മോ ഒക്കെ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. അതെ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഞാൻ അമ്മയോട് എത്തിക്കാനായിട്ട് പറയാം. ആഹാ കൊള്ളാം,
നല്ല ഏർപ്പാടായിപ്പോയി. എന്നിട്ട് ആ ഫോട്ടോ ഞങ്ങളുടെ കൊണ്ട് കൊടുക്കണമെന്ന്. പിന്നെ ചിതാഭസ്മല്ലേ, അത് ഏതെങ്കിലും കുറച്ച് കരിയിലയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കത്തിച്ചിട്ട് കുറച്ച് ഭസ്മം ഒരു കുടത്തിൽ വാരിയിട്ടിട്ട് ഒരു ചുവന്ന തുണി വെച്ച് കൂട്ടി കെട്ടിയാൽ മതി. എൻ്റെ പൊന്നു മോളെ, നീ വല്ലാത്തൊരു ഐറ്റം തന്നെ. കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ വരുന്നത്? ഞങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നത് പോലും ഇല്ലല്ലോ. എൻ്റെ പൊന്നു സാറേ എങ്ങനെയെങ്കിലും ഇത് എത്തിച്ചാൽ മതി. നീ എത്തിച്ചാൽ മതി ഇത് രണ്ടും കൂടി. അയ്യോ, ഞാൻ എത്തിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? സാർ എത്തിക്കാന്നല്ലേ അവരോട് പറഞ്ഞത്. അപ്പം സാർ എത്തിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവൂലേ? അപ്പം അവിടെ എൻ്റെ കള്ളത്തരം പൊളിയൂലേ? ദേ ശ്രുതി, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി മേലാൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടയില്ല എന്ന്. അതേപോലെ തന്നെ ഞാൻ ഇടപെടുന്ന പ്രശ്നമില്ല. ഇനി ഞാൻ ഈ കാര്യത്തിൽ നോക്കുപോലുമില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തു. അയ്യോ സാർ ദേ സാറ് വിചാരിച്ചാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ സാർ. സാറിൻ്റെ ഫാമിലിയെ എപ്പോഴും സാറ് കൂടെ നിർത്തണമെന്നല്ലേ ആഗ്രഹിക്കാറ്. അപ്പം സാറിൻ്റെ ഫാമിലി സാറെ വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സങ്കടം സാറിന് ഉണ്ടാകും. അതേപോലെ തന്നെ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം അവിടെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ സുധിയെ നഷ്ടമാകും. ആ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മായിയമ്മ എന്നെ അടിച്ചിറക്കും. അതുകൊണ്ടാണ് ഞാൻ സാറോട് പറയുന്നത്, ഈ ഒറ്റൊരു പ്രാവശ്യം കൂടി മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. നിർത്ത്, കൂടുതൽ സംസാരിക്കണ്ട. പറഞ്ഞ് എന്നെയും കൂടി കരയിക്കുമല്ലോ, ചുമ്മാ സെൻറ്റിയാക്കാൻ വേണ്ടി. ശരി, ഈ ഒരു പ്രാവശ്യവും കൂടി ഞാൻ ചെയ്യുള്ളേ. അത് മതി സാർ, ഈ ഒരു പ്രാവശ്യം കൂടി മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇടപെടാൻ വരികയില്ല, സത്യമായിട്ട് ഇടപെടാൻ വരികയില്ല. ശരി, എങ്കിലൊരു കാര്യം ചെയ്യും. നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇല്ലേ, നീ അതിൽ കൊണ്ടുവാ. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൊണ്ടേ കൊടുത്തോളാം. വളരെ ഉപകാരം സാർ. ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ. സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. സിനിമയിലേക്ക് ആരും വിളിക്കുന്നില്ല. ഇതായിരിക്കും എൻ്റെ വിധി. അതുകൊണ്ട് ഇങ്ങനെ കുറേ നാടകങ്ങൾ കളിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ബീരാനിക്ക് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും മീരയാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എൻ്റെ ശ്രുതി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ബീരാനിക്ക് ഇതിൽ വീണു. അതെ, ബീരാനിക്ക് ഇതിൽ വീണു എന്നും പറയുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് കയറിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ഒരു വയ്യാത്തൊരു രീതിയിൽ കിടന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അമ്മേ, അതെ ശ്രുതിക്ക് ഒരു പനിയുണ്ട് അമ്മേ, അതുകൊണ്ട് ശ്രുതിക്ക് ബലിയിടാൻ പറ്റില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും പനിയോ? അപ്പോഴേക്കും സച്ചിൻ്റെ അവധിയും വരികയാണ്. അതെന്താ പെട്ടെന്നൊരു പനി എന്നും ചോദിച്ചുകൊണ്ടാണ് സച്ചി വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതെ എനിക്ക് പനിയാ, തീരെ വയ്യ. അപ്പോൾ ചന്ദ്ര നെറ്റി പിടിച്ച് നോക്കുകയാണ്. എവിടെ പനി? ഒരു പനിയില്ലല്ലോ. അത് പിന്നെ ആൻറ്റി ഉള്ളിലാ പനി എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ബലിയിടൽ മുടക്കാവോ? അയ്യോ ആൻറ്റി, എനിക്ക് തീരെ വയ്യാത്ത കൊണ്ടല്ലേ. അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ 41 ദിവസത്തെ ബലിയല്ലേ, അത് മുടക്കാനായിട്ട് പാടില്ല. അമ്മയ്ക്കൊരു കാര്യം അറിയോ? എനിക്കറിയാവുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഇതേപോലെ ആ ചേച്ചിയുടെ അച്ഛനെങ്ങാനും മരിച്ചിട്ട് ബലിയിടാതെ ആ ചേച്ചി മുടക്കം കാണിച്ചു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഇത് കേട്ട ചന്ദ്രയാണ് നിർത്ത്, ഒന്നും പറയണ്ട. അവള് 41 ദിവസം ബലിയിടും. ശ്രുതി, നീ ബലിയിട്ടേ മതിയുള്ളൂ. ആൻറ്റി, എൻ്റെ അപ്പം പനിയാണെങ്കിലേ അത് മരുന്ന് മേടിച്ച് കഴിക്കാം, എന്നിട്ട് പൊയ്ക്കോളും. അപ്പോൾ ശ്രുതിയും പറയാണ്, ശ്രുതി ബലിയിടൽ മുടക്കല്ലേ, മുടക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് ദോഷം. ദൈവം എൻ്റെ കാലും കയ്യൊക്കെ ഒടിഞ്ഞു പോകും. എനിക്കതൊന്നും സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എൻ്റെ ശ്രുതി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കും. ശ്രുതി ശരി ശ്രുതി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അത് മാറിക്കോളും. അയ്യോ എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട. രേവതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. വേണ്ട, ഞാൻ പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ചോളാം. അയ്യോ അത് പറ്റില്ല, വർഷ വരും ഹോസ്പിറ്റലിൽ. അന്ന് പല്ലെടുക്കാൻ പോയ കാര്യം ഓർക്കുന്നുണ്ടോ? വർഷവും ആ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് സംസാരിച്ചോളും. അപ്പോൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ വർഷ ചെയ്തും തന്നോളും. അപ്പോൾ ശ്രുതി പെട്ടുപോയൊരവസ്ഥയിലാണ്. അപ്പോഴാണ് ദേ വർഷയും ശ്രീകാന്തും കൂടി വരുന്നത്. ഹലോ എല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളോടായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അങ്കിളെവിടെ? അങ്കിളെ ഇങ്ങനെ ഇറങ്ങി വന്നേ അങ്കിളെ. അങ്ങനെ എന്താ മക്കളെ, എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെ ഒരു വിശേഷമുണ്ട് നാളെ എന്ന് പറഞ്ഞപ്പോഴേക്കും വിശേഷമോ? എന്ത് വിശേഷം? ഒരു വിശേഷമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ എനിക്കറിയാലോ, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? അയ്യോ രേവതി ചേച്ചി മാത്രം മറന്നിട്ടില്ല അല്ലേ, ബാക്കി എല്ലാവരും മറന്നില്ലേ എന്ന് പറയാം. അയ്യോ വർഷ, അത് പിന്നെ
അപ്പോഴേക്കും രേവതിയാണെങ്കിൽ അതേ വർഷേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ സ്പെഷ്യൽ പൂജ കഴിപ്പിക്കാനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. കണ്ടോ, ഇതൊക്കെ കൊണ്ട് തന്നെയാ എനിക്ക് എൻ്റെ രേവതി ചേച്ചിയെ ഒത്തിരി ഇഷ്ടം, എൻ്റെ സ്വന്തം ചേച്ചിയാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം നിൽക്കുകയാണ്. പക്ഷെ ആഘോഷിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ, ശ്രുതി ചേച്ചിയുടെ അച്ഛൻ മരിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ആഘോഷിക്കുകയൊന്നും വേണ്ട. ശ്രുതിയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, മരിച്ചവർ മരിച്ചു, ഇനി അവർക്ക് വേണ്ടി സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ, നിങ്ങളുടെ ആഘോഷം എന്തിനാ മുടക്കുന്നത്, നിങ്ങൾ ആഘോഷിച്ചോളാനേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അത് ശരിയാ, ഇപ്പോൾ ശ്രുതി ആകെ സങ്കടപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്ന ആ സമയമല്ലേ, അപ്പോൾ ഇവിടെ ചെറിയൊരു ആഘോഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിന് അതൊരു സന്തോഷമാവുമെന്നും പറയാം. അപ്പോൾ അത് ശരി, ആഘോഷമെങ്കിൽ ആഘോഷം വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, എങ്കിൽ പിന്നെ കേക്കും ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം അല്ലേ. എവിടെ വെച്ചാൽ ഫംഗ്ഷൻ നടത്താനായിട്ട് പോകുന്നത്, അത് പിന്നെ ഇന്ന ഹോട്ടലിൽ വെച്ചാണെന്ന് ശ്രീകാന്ത് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ഹോട്ടലിൽ നല്ല പണിയാണ്. അപ്പോൾ ഹോട്ടലിൽ ആ കൂട്ടുകാരൻ വന്ന് പറയുന്നുണ്ട്, എടാ നിൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നീ എന്താ പോകുന്നില്ലേ ചോദിച്ചപ്പോഴേക്കും എടാ കുറച്ച് പണിയും കൂടി തീർക്കാനുണ്ട്, അതിന് ശേഷം ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളാം, ചെറിയൊരു ഫംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ദേ പ്രിയ വരികയാണ്. പ്രിയ വന്നിട്ട് ശ്രീകാന്തേ പെട്ടെന്നാവണം കേട്ടോ, എല്ലാം പെട്ടെന്ന് കൈകാര്യങ്ങൾ ചെയ്യണം, അവർ പെട്ടെന്ന് തന്നെ ഓർഡറിന് വേണ്ടി വരും, അതൊന്നും പേടിക്കേണ്ട പ്രിയ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുകയാണ്. ഇവർ പേടിച്ച് നേരെ ഓടിച്ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു വെയിറ്റർ ഭക്ഷണമായിട്ട് നേരെ താഴത്തേക്ക് വീഴുന്ന ഒരു ഇതാണ് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രിയക്ക് ദേഷ്യം വരികയാണ്, തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ, ഇങ്ങനെയാണോ ഭക്ഷണം കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ മേഡം സോറി മേഡം, എൻ്റെ കാലൊന്ന് സ്ലിപ്പായതാ, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വീണത് എന്ന് പറയുക. ശ്രീകാന്ത് ആണെങ്കിൽ സാരമില്ല, അതെ പെട്ടെന്ന് ഇതെല്ലാം വന്ന് ക്ലീൻ ചെയ്തണ്ടേ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ബാക്കിയുള്ള പരിപാടിക്ക് നേരെ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രിയക്കൊരു കോള് വരിക. അങ്ങനെ കോൾ വിളിച്ച് സംസാരിച്ച് അവിടെ ആ ചോറും ഭക്ഷണമൊക്കെ കിടക്കുന്നത് നമ്മുടെ പ്രിയ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ ചോറി തെന്നെ സ്ലിപ്പായിട്ട് ദേ പ്രിയ പതക്കവും തല്ലി നിലത്ത് വീഴുകയാണ്, നടുവും തല്ലി. ഇത് കണ്ട ശ്രീകാന്ത് ഓടി വരികയാണ്. അയ്യോ പ്രിയ എന്ത് പറ്റി പ്രിയ എന്ന് ചോദിക്കണം. അയ്യോ എൻ്റെ നടുവ് പോയേ, എൻ്റെ കാലുളങ്ങി, എനിക്ക് ഒട്ടും വയ്യായേ, അയ്യോ കാലൊന്ന് സ്ലിപ്പായതാണ്. അങ്ങനെ ഈ പ്രിയയെ പതിയെ ഒന്ന് പൊക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴേക്കും ദാ വരുന്നു വർഷ ഓട്ടോറിക്ഷ ഇറങ്ങി ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ ലക്ഷ്യമാക്കി തന്നെ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ശ്രീകാന്ത് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലല്ലോ ശ്രീകാന്ത്, പ്രിയ ഒന്ന് പതിയെ നടന്ന് നോക്ക്. അങ്ങനെ പ്രിയയെ പതിയെ ഞൊണ്ടി നടന്ന് ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്ന് ശ്രീകാന്ത്, ഇനി എനിക്കൊരു അടി പോലും നടക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഞരമ്പിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര പെയിനാണ് ശ്രീകാന്ത് എന്ന് പറയുകയാണ്. ഇത് കേട്ട ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ എങ്കിലേ ഞാൻ എടുക്കാം. അപ്പോൾ പ്രിയ ആണെങ്കിൽ നോക്കുകയാണ്, സാരമില്ല ഞാൻ എടുക്കാന്നേ. അങ്ങനെ പ്രിയയെ ഇങ്ങനെ വട്ടം എടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് വട്ടം എടുത്തിട്ട് നേരെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ദാ വരുന്നു വർഷയെ കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. പണിപാളിയെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. വർഷ അരിശം കൊണ്ട് തൻ്റെ ഫോൺ ഇങ്ങനെ അമർത്തി അങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.